ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൻ. നിങ്ങളിൽ പലരും കണ്ടിട്ട് കാണും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ടിക്ടോക്കിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി. എന്തൊക്കെ പേരുകളല്ലേ. അപ്പോൾ ഞാനും അത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി. അത് അറിയാത്തവർക്കായിട്ട് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. 10 രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പഞ്ചസാരയും കോഫി പൗഡറും വെള്ളവും എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വിസ്ക് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നേരം എടുക്കും ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരാൻ. അതിനേക്കാൾ നല്ലത് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കോഫി മിക്സ് ഇവിടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുവാണ്. എത്ര ആൾക്കാർക്കാണോ വേണ്ടത് അതനുസരിച്ചാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 പേർക്കേ എടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചൂടോടെ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു കോഫി 2 രീതിയിൽ കുടിക്കാവുന്നതാണ്. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടും കുടിക്കാം, ചൂടോടെയും കുടിക്കാം. നിങ്ങൾക്ക് തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി പാലിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഇട്ട് കൊടുക്കാം. ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാവേ, ഇത് താന്നൊന്നും പോകുകയില്ല, പൊങ്ങി തന്നെ കിടക്കും. അങ്ങനെ 2 ഗ്ലാസ്സിലും കോഫിയുടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡാൽഗോണ കോഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ക്യാപുച്ചിനോ കോഫിയുടെ ഒരു സെയിം മിക്സിങ് തന്നെയാണ് കേട്ടോ. ഇത് ലെയറായിട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തണുപ്പിച്ചും കുടിക്കാം, ചൂടോടെയും കുടിക്കാമെന്ന് മാത്രമേ ഉള്ളൊരു പ്രത്യേകത. ഈ കോഫി ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടും ടൂത്ത് പിക്ക് വെച്ചിട്ടും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുടിക്കാൻ നോക്കി കേട്ടോ. പക്ഷേ സംഭവം ഒരു രക്ഷയുമില്ല. എന്ത് ചെയ്തിട്ട് ഇതൊന്നും മിക്സായി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കുടിച്ചിട്ടുള്ളത്. എന്തായാലും കോഫി സൂപ്പർ ടേസ്റ്റാണേ. ഇതൊരു കൊറിയൻ റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഈ കോഫിക്ക് ചെറിയ കയ്പുണ്ട്. അപ്പോൾ കയ്പ് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കാം. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് പഞ്ചസാര പാലിൽ ചേർത്തിട്ടാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പലർക്കും ഇത് ചെയ്തു നോക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് എനിക്കറിയാം. പറ്റുമ്പോൾ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.